ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ വലിയ സംഭവവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ജീവനും കൊണ്ടോടിയ പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ്ഖ് ഹസീന, അവരുടെ സഹോദരി റഹാന കൂടെയുണ്ട്. റഹാന ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളാണ് എന്ന് മാത്രമല്ല ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടിയിരുന്നു ഷെയ്ഖ് ഹസീന. അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആണ് ബ്രിട്ടനിലേക്ക് യാത്രയാവുന്നു എന്ന വാർത്ത വരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയും അതിനെക്കുറിച്ച് വളരെ ഗാർഡഡായിട്ടാണ്, വളരെ ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നത്. കാരണം ബംഗ്ലാദേശിൽ നിന്ന് വലിയ പ്രക്ഷോഭത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് രക്ഷപ്പെടേണ്ടി വന്ന ഷെയ്ഖ് ഹസീനയെ സ്വീകരിക്കാൻ രാഷ്ട്രീയ രംഗത്തുള്ള അല്ലെങ്കിൽ തലപ്പത്തുള്ള ആരും എത്തിയിരുന്നില്ല. കാരണം അവർ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷമാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അതുപോലെ തന്നെ വെസ്റ്റേൺ കമാൻഡിൻ്റെ എയർ മാർഷൽ സിൻഹയും ചേർന്നാണ് സ്വീകരിച്ചത്. ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ സുരക്ഷിതമാണ്. കാരണം ഇന്ത്യക്ക് വലിയ കാലത്തൊരു ബന്ധമുണ്ട്. അവരെ ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിലാണ് ഇറങ്ങിയത്. എന്തായാലും ബംഗ്ലാദേശിൽ വല്ലാത്ത ഒരു രാഷ്ട്രീയ അരാജകത്വം തന്നെയാണ് നടക്കുന്നത്. ഇന്നലെ മാത്രം 135-ലേറെ പേർ കൊല്ലപ്പെട്ടു. അവർ അവിടുന്ന് രക്ഷപ്പെട്ട ശേഷവും രാജിവെച്ചു എന്ന വാർത്ത മിലിറ്ററിയുടെ കമാൻഡർ വക്കർ ഉസ്മാൻ അറിയിച്ചതിന് ശേഷവും അവിടെ കലാപമുണ്ടായി. പോലീസ് സ്റ്റേഷന് നേരെ തീവെപ്പുണ്ടായി. ഒരുപാട് പേർ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇപ്പോഴും ബംഗ്ലാദേശ് കത്തുകയാണ്. അവിടെ നിന്ന് ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ട സംഭവം തന്നെ ഒരു തരത്തിൽ നാടകീയമായിട്ടുള്ളതാണ്. കാരണം അവരതുവരെ പറഞ്ഞത് ഞാൻ രാജിവെക്കില്ല, ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുമെന്ന് പറഞ്ഞവർ 10,000-കണക്കിന് ജനങ്ങൾ ഡാക്കയിലെ ലോങ് മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതിയായ ഗണഭവനിൽ എത്താറായപ്പോഴാണ് സൈന്യം തന്നെ അദ്ദേഹത്തെ അവരോട് പറഞ്ഞത് രക്ഷപ്പെട്ടുകൊള്ളാൻ. പക്ഷെ അവർ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പക്ഷെ അതിനുള്ള സമയമില്ല, ഉടനെ രക്ഷപ്പെടണം. കാരണം ജനം ഇരച്ചു കയറിയാൽ ആർക്കും രക്ഷിക്കാനാവില്ല. അതുകൊണ്ട് അവർ സഹോദരിയോടൊപ്പം പെട്ടെന്ന് MI-17 എന്ന ഹെലികോപ്റ്ററിൽ പോയി തജ്ഗാവോൺ എന്ന സ്ഥലത്ത് നിന്ന് ഒരു ട്രാൻസ്പോർട്ട് വിമാനത്തിൽ C-130 ട്രാൻസ്പോർട്ട് വിമാനത്തിൽ ഇന്ത്യയിലേക്ക് പുറപ്പെടുകയായിരുന്നു. ഇന്ത്യയിലേക്കാണ് വരുന്നതെന്ന് പോലും വ്യക്തമായിരുന്നില്ല. ഇന്ത്യയുടെ എയർ സ്പേസ് കടന്നതിന് ശേഷമാണ് വ്യക്തമാവുന്നത് അവർ ഇന്ത്യയിലേക്ക് വരുന്നു. അവർ വാരണാസി വഴി ഗാസിയാബാദ് ഹിൻഡൻ എയർബേസിൽ വന്ന് ഇറങ്ങുകയായിരുന്നു. എന്തായാലും അവിടെ വലിയ സംഭവവാസങ്ങളാണ് നടക്കുന്നത്. അവിടുത്തെ രാഷ്ട്രപിതാവ് ആയിട്ടുള്ള ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ പ്രതിമ തകർക്കുന്നു. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തി പാർലമെൻറ്റിൽ എരച്ചു കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ വൈറലാണ്. അതിൽ വിദ്യാർത്ഥികൾ പലരും പാർലമെൻറ്റിലെ ഡെസ്കിലൊക്കെ കയറി നിൽക്കുകയും വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ വിഷ്വൽസ് നമ്മുടെ കൈവശം എക്സ്ക്ലൂസീവായിട്ടുള്ള വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ വലിയ രീതിയിൽ കൊള്ളയും കൊള്ളിവെപ്പും നടക്കുന്നു. പാർലമെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നൊക്കെ കസേരകൾ അതുപോലെ തന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ജനം തെരുവിലൂടെ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളും എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ബംഗ്ലാദേശിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വല്ലാത്ത രീതിയിലുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ജൂലൈ പകുതിയോടുകൂടി ആരംഭിച്ചതാണ് ഈ പ്രക്ഷോഭം. പ്രത്യേകിച്ച് ഹൈക്കോടതി വിധി വന്നു. ബംഗ്ലാദേശിലെ വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് 30% സംവരണം നൽകിയതിനെ തുടർന്നാണ് ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അത് വലിയ രീതിയിൽ പടർന്നു പിടിച്ചു. അതിന് വലിയ കാര്യമായിട്ട് ഷെയ്ഖ് ഹസീന കണ്ടില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ അതിനുള്ളൊരു അരങ്ങൊരുങ്ങിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4ാം തവണയും ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിട്ട് ജയിച്ചു വന്നെങ്കിലും അവർക്കെതിരെ അവർ ഒപ്പോസിഷൻ പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ക്രമക്കേട് നടത്തിയാണെന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. പല പ്രതിപക്ഷ നേതാക്കളെയും സിയാ ഖാലിദ് എന്ന മുൻ പ്രധാനമന്ത്രിയും ഇവരുടെ രാഷ്ട്രീയ എതിരാളിയുമായിട്ടുള്ള വനിതാ നേതാവിനെ ജയിലിലാണ്, വീട്ടുതടങ്കലിലായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള എഴുത്തുകാരി തസ്ലീമ നസ്രീനെ വീട്ടുതടങ്കലിലായിരുന്നു. അവിടുത്തെ നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള പ്രൊഫസർ മുഹമ്മദ് യൂനിസ്, അദ്ദേഹം ഗ്രാമീൺ ബാങ്ക് വഴി വലിയ ഒരു സംവിധാനം പാവപ്പെട്ടവർക്ക് വേണ്ടി കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹം തന്നെ വളരെ ശക്തമായ ഭാഷയിലാണ് ഹസീനയെ വിമർശിച്ചത്. ഷെയ്ഖ് ഹസീന ഒരു തരത്തിൽ വലിയ ഒരു ഏകാധിപതിയായി മാറി രാഷ്ട്രീയ എതിരാളികളെ എതിർക്കുന്നവരെയൊക്കെ അടിച്ചമർത്തുന്നു എന്നുള്ള ആരോപണം വന്നിരുന്നു. എന്തായാലും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ തരത്തിലുള്ളൊരു വലിയ പ്രക്ഷോഭം ശക്തമായത്. വെടിവെപ്പിൽ 300ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ മാത്രം 135 പേർ, ഞായറാഴ്ച 100 പേർ, അങ്ങനെ
235 240 പേർ 2 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു. അതിനു മുമ്പും കൊല്ലപ്പെട്ടവർ 100-200 പേർ നേരത്തെ കൊല്ലപ്പെട്ടതാണ്. അപ്പോൾ ഈ തരത്തിൽ മരണമടഞ്ഞവരുടെ സംഖ്യ ഏതാണ്ട് 500-ലേക്ക് അടുക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് അവർ രാജ്യം വിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലെഗസി ക്യാരി ചെയ്യുന്നൊരു നേതാവാണ്. 15 വർഷമായിട്ട് അവർ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. 2009 മുതൽ തുടർച്ചയായി പ്രധാനമന്ത്രിയാണ്. ഒരുപക്ഷെ അതിന് മുമ്പ് 1996 അവർ ആദ്യമായിട്ട് ആ തരത്തിൽ അധികാരത്തിലെത്തിയത്. എന്തായാലും ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ അവർ വിമോചന സമരത്തെ തുടർന്ന് ബംഗ്ലാദേശ് യുദ്ധം മോചിപ്പിക്കാനുള്ള യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നു. അതിനുശേഷം അവിടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് വന്നത് ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ്. അദ്ദേഹം 75-ൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ 2 സംഭവങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭവും ഏറ്റവും വലിയ സംഭവവികാസവും എന്ന് പറയാവുന്നത് ഈ കലാപം, പ്രക്ഷോഭവും അതുപോലെ തന്നെ ഹസീന രാജ്യം വിട്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയതുമാണ്. എന്തായാലും ഇപ്പോഴത്തെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് അവിടുത്തെ സൈന്യമാണ്. സൈന്യത്തിൻ്റെ തലവൻ വക്കർ ഉസ്മാൻ പത്രസമ്മേളനം നടത്തിയാണ് ഷെയ്ഖ് ഹസീനയുടെ രാജിയെക്കുറിച്ച് പറഞ്ഞത്. അവർ നേരിട്ട് രാജിവെക്കുന്നുവെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായാലും രാജിയെക്കുറിച്ച് പറഞ്ഞത് സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു ഇന്ത്യൻ സർക്കാർ, ഇടക്കാല സർക്കാർ ഉടനെ അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം അറിയിച്ചു. പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് സിയ ഖാലിദയെ മോചിപ്പിച്ചു, ജയിലിൽ നിന്ന് മോചിപ്പിച്ചു, വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിച്ചു. അവർ രംഗത്ത് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥി നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ അന്വേഷണം നടത്താമെന്ന് പറയുന്നു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാവില്ലെന്ന് പറയുന്നു. എന്തായാലും പ്രക്ഷോഭം കെട്ടടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതില്ലായെങ്കിൽ ഒരുപക്ഷെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കാണാം. തസ്ലീന നസ്രീനെ പോലുള്ളവർ പറയുന്നത് ഈ തക്കംപാത്ത് സൈന്യം അധികാരം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാനായി മാറും. പാകിസ്ഥാനിലെ അയൂബ് ഖാൻ, സിയാവുൾ ഹക്ക്, പർവേസ് മുഷാഫ് തുടങ്ങി നിരവധി സൈനിക തലവന്മാർ ഈ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം നേടിയവരാണ്. ആ തരത്തിലേക്ക് ബംഗ്ലാദേശ് പോകുമോ എന്ന ഭീതി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ട്. ഇന്ത്യ വളരെ ആകാംക്ഷയോടെയാണ് കാണുന്നത്. കാരണം ഇന്ത്യക്ക് ഷെയ്ഖ് ഹസീനയുമായിട്ടും ഇപ്പോഴത്തെ സർക്കാരും അവാമി ലീഗുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് രാഷ്ട്രപിതാവായിരുന്ന മുജീബ് റഹ്മാനുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമായിരുന്നു. അതുകൊണ്ട് ഷെയ്ഖ് ഹസീന മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ എന്തൊക്കെ മാറ്റമുണ്ടാകുമെന്നുള്ളത് വളരെ ആകാംക്ഷയോടെ കാണേണ്ടതാണ്. ഇന്ത്യ വളരെ സസൂക്ഷ്മമാണ് വീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുത്തു തന്നെ ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല രീതിയിൽ സ്വീകരിക്കണമെന്നില്ല. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അവിടെ മുഴങ്ങുന്നുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള 15,000 പേര് അവിടെയുണ്ട്. ഇന്ത്യയിലെക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിൽ പഠിച്ചിരുന്നു. അവരൊക്കെ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോന്നു. ഇന്ത്യക്കാരോട് അങ്ങോട്ട് യാത്ര ചെയ്യരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. എന്തായാലും ബംഗ്ലാദേശ് വല്ലാത്തൊരു അരാജകത്വത്തിലും വല്ലാത്തൊരു ടെർമോയിലുമാണ്. അവിടെ സാമ്പത്തിക സ്ഥിതി അല്പം മോശമാണ്. ഒരിടയ്ക്ക് നന്നായതായിരുന്നു. അവിടെ IMF-ൽ നിന്ന് ലോൺ എടുക്കാനുള്ള നീക്കമുണ്ടായിരുന്നു. പിന്നെ വലിയ രീതിയിലുള്ള ഏകാധിപത്യ പ്രവണതയുണ്ടായിരുന്നു. ഇതിലൊക്കെ കാരണം കൊണ്ടാണ് വിദ്യാർത്ഥി പ്രക്ഷോഭമുണ്ടായപ്പോൾ അതിന് അവസാന നിമിഷം സൈന്യം തന്നെ പിന്തുണയ്ക്കുന്ന അവസ്ഥയായി. സൈന്യം ഓഗസ്റ്റ് 4-ാം തീയതി പറഞ്ഞത് ഇന്നലെ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് എന്ന് സൈന്യം പറയുന്നൊരു അവസ്ഥയുണ്ടായി. സൈന്യത്തിൻ്റെ പിന്തുണ കൂടി ജനങ്ങളോടൊപ്പമായപ്പോൾ സ്വാഭാവികമായിട്ടും ഷെയ്ഖ് ഹസീനയ്ക്ക് വേറെ വഴികളില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ എല്ലാം ഉപേക്ഷിച്ച് രാജ്യം വിട്ടുപോയത്. ഒരുപാട് പേര് അങ്ങനെ രാജ്യം വിട്ടുപോയ ചരിത്രമുണ്ട്. അഫ്ഗാനിസ്ഥാനിലും മറ്റ് പാകിസ്ഥാനിൽ സ്ഥിരമാണ്. നവാസ് ഷെരീഫും ബെനസീർ ഭുട്ടോയൊക്കെ ഭരണത്തിനിടയിൽ തന്നെ രാജ്യം വിട്ടു പോകേണ്ട അവസ്ഥയുണ്ടായവരാണ്. അപ്പോൾ ആ ചരിത്രത്തിലേക്ക് ശ്രീലങ്കയിൽ നമ്മൾ പ്രസിഡൻഷ്യൽ പാലസിൽ ഇതേ അവസ്ഥ കണ്ടതാണ്. ഗോട്ടബയ രാജപാക്സയ്ക്കെതിരെ വലിയ പ്രക്ഷോഭമുണ്ടായി. പ്രസിഡൻഷ്യൽ പാലസിലേക്ക് ജനം ഇരച്ചു കയറി. ഇവിടെയും ബംഗ്ലാദേശിലും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ജനം ഇരച്ചു കയറുകയായിരുന്നു. അതിന് തൊട്ടു മുമ്പാണ് അവർ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെട്ടത്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. എന്തായാലും ബംഗ്ലാദേശിൽ പുതിയ ചരിത്രം സംഭവിച്ചിരിക്കുന്നു. ഞങ്ങളൊരു പുതിയ ബംഗ്ലാദേശിനെ ഉണ്ടാക്കുമെന്നാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. 1971-ലാണ് ആദ്യ വിമോചന സമരം നടന്നത്. ഇത് 2ാമത്തെ വിമോചന സമരമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും ശ്രീലങ്കയുടെ പാതയിൽ ബംഗ്ലാദേശും പ്രധാനമന്ത്രിയെ പുറത്താക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു.